ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇൻ്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫ്യൂസിങ് ഫാക്ട്സ് എന്നിവിടെ പറയുന്നത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി നമ്മൾ തെറ്റിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കടന്ന് കൺഫ്യൂസ് ആയിപ്പോയി നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് വീഡിയോ ഹൈപ്പ് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. PSC മോസ്റ്റ് റിപ്പീറ്റഡ് കൺഫ്യൂസിങ് ഫാക്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം വരുന്നത് ഏറ്റവും ദൈർഘ്യമേറിയത് എന്നാണ്. ഏറ്റവും ദൈർഘ്യമേറിയത് എന്താണ്? എപ്പോഴും നമ്മുടെ ജിയോഗ്രഫി ഭാഗത്ത് നിന്ന് വന്നിരുന്ന ഒരു ചോദ്യമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം. അപ്പോൾ ചോദ്യം എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? അത് ജൂൺ 21 കേട്ടോ. ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ജൂൺ 21. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? അത് ഡിസംബർ 22. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ 21. അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസംബർ 22 കേട്ടോ. ഡേറ്റ് ആണേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, കൺഫ്യൂസ് ആവരുത്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിക്കേ, ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി എവിടെയാണ്? അത് ഡിസംബർ 22 കേട്ടോ. ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22. ഉത്തരാർദ്ധഗോളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓക്കെ, പകലും രാത്രിയും മാറിപ്പോരുത്, ദക്ഷിണാർദ്ധഗോളവും ഉത്തരാർദ്ധഗോളവും മാറിപ്പോരുത്. പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്ത് ചെയ്യുക, മനസ്സിലാവാത്തവർ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തുകൂടെ വയ്ക്കുക. നോക്കിയേ, അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22. അടുത്തത് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ജൂൺ 21. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ശ്രദ്ധിച്ചേ, ഒരേ ഡേറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത് നോക്കിയേ, ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ എവിടെയാണ്? അതും ജൂൺ 21 കേട്ടോ. ജൂൺ 21. ഞാൻ ഒന്നുകൂടെ പറയാം, കറക്റ്റായി മനസ്സിലാക്കി വെച്ചോ, ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക. ഓക്കെ, നോക്കിയേ, ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ, അതായത് ഏറ്റവും കൂടുതൽ പകൽ നേരമുള്ള ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ 21. എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസംബർ 22. എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ. പകലാണേ പകൽ. ഓക്കെ, ഇനി വീണ്ടും ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരുന്നു, രാത്രിയിലേക്ക് കിടക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്ന എവിടെയാണ്? അത് ഡിസംബർ 22. ഡിസംബർ 22. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയോ? ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയാണെങ്കിൽ അത് ജൂൺ 21. ജൂൺ 21. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആക്കി പഠിക്കുക, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതേ. ഇനി ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ ഏതാണ്? അത് ജൂൺ 21. അപ്പോൾ ജൂൺ 21 ഡിസംബർ 22 PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഓപ്ഷനിൽ രണ്ടും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നിങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കിട്ടിയല്ലോ? അപ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയത് എന്ന് ചോദിക്കുന്ന 5 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നത്. അടുത്ത നോക്കാം. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് PSC മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിച്ച കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഭരണഘടനയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഈ തെറ്റിച്ച് നമുക്ക് മൈൻഡിൽ കൺഫ്യൂസ് ആയി പോയി തെറ്റുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഇപ്പം തന്നെ അങ്ങ് പഠിക്കാൻ പോകാം, ഒരുമിച്ച് അങ്ങ് പഠിക്കാം. നോക്കിയേ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി. അപ്പോൾ എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണ്. അതാരാണ്? അത് റെയ്സാദയാണ് അല്ലേ. റെയ്സാദ നമ്മൾ അങ്ങനെ പഠിച്ചു വയ്ക്കുന്നത്. ഫുൾ നെയിം എന്താണ്? പ്രേം ബിഹാരി നരേൻ റെയ്സാദെ. ഇപ്പം എന്താണ്? പ്രേം ബിഹാരി നരേൻ റെയ്സാദ എന്നാണ് കേട്ടോ. ഓക്കെ, ഞാൻ റെയ്സാദ എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഫുൾ നെയിം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് റെയ്സാദ എന്ന് പഠിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളും അങ്ങനെ പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്ങാനും ഫുൾ നെയിം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരേൻ റെയ്സാദ എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരേൻ റെയ്സാദ. കിട്ടിയല്ലോ? എന്നാൽ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതിയത്, ഹിന്ദി ആരാ എഴുതിയത്? ഹിന്ദി എഴുതിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് വസന്തകൃഷ്ണ വൈദ്യയാണ് കേട്ടോ. വസന്തകൃഷ്ണ വൈദ്യയാണ് ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതിയത്. കിട്ടിയല്ലോ? ഇനി അടുത്ത് നോക്കിയേ, ഭരണഘടനയുടെ നക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
നക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റാണ് കേട്ടോ, ഡ്രാഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത് നക്കൽ. അത് എഴുതിയത് ആരാണ്? അത് BN റാവു ആണ്. BN റാവു. എടാ, ഈ BN റാവുവിന് വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മുടെ ഭരണഘടന പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സിലെല്ലാം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ നിങ്ങൾ പകുതി മുക്കാലും പേര് അതിന് ഉത്തരം പറയാറില്ല കേട്ടോ. വളരെ കുറച്ച് പേരെ ഉത്തരം പറയുന്നുള്ളൂ. ഉത്തരം പറയുന്നവരെ എന്ത് ചെയ്യുക? വീണ്ടും ഉത്തരം പറയുക. അപ്പോൾ നിങ്ങളിവിടെ ഉത്തരം പറയുക, മക്കളെ പറയുക. അപ്പോൾ BN റാവു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊരു പദവിയാണ് വഹിച്ചിരുന്നത്? എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചോദിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? BN റാവു ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് പദവിയാണ് വഹിച്ചിരുന്നത്? കിട്ടിയല്ലോ. അടുത്ത് നോക്കാം. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് അല്ലേ? നന്ദലാൽ ബോസ്, നമ്മുടെ ചിത്രകാരനായ നന്ദലാൽ ബോസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ജവഹർലാൽ നെഹ്റു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലക്ഷ്യപ്രമേയമാണ് എന്ത് ചെയ്തത്? പിന്നീട് ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറിയത്? ആമുഖമായി മാറിയത്. അങ്ങനെയെങ്കിൽ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വർഷം, തീയതി എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഒരേ പേജിൽ നിന്ന് ഞാൻ നിങ്ങളുടെ 2 ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? BN റാവു വഹിച്ചിരുന്ന പദവി. രണ്ടാമത് ചോദിക്കുന്നത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച തീയതി വിത്ത് വർഷം. കിട്ടിയോ? ഓക്കെ, ഞാനിത് ഒന്നുകൂടെ വായിക്കാം. ഓർഡറിൽ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. കിട്ടിയോ? ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ അത് കിട്ടിയല്ലോ. അടുത്ത് നോക്കാം. അടുത്ത നോക്കിയേ, മുസ്ലിം നവോത്ഥാന നായകന്മാരും പ്രസിദ്ധീകരണങ്ങളും. നവോത്ഥാന നായകന്മാരെ നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്. പക്ഷേ സ്ഥിരം നിങ്ങൾ കാണുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? ഈ അൽ ഇസ്ലാം, മുസ്ലാം, അൽ ഹിലാൽ, ഇതൊക്കെ എപ്പോഴും തരുന്നതാണ്. പക്ഷെ നമുക്ക് തെറ്റിപ്പോവും, ഇത് ആരുടെയാണ് എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ മനസ്സിലാവാൻ സിമ്പിളായിട്ട് ഇത് മാസികയാണോ പത്രമാണോ ആരാണ് ഇത് കൊണ്ടുവന്നത് എന്നെല്ലാം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. ഇനി മുതൽ ഈ ചോദ്യം തെറ്റില്ല. ഓക്കെ, തെറ്റാണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാ ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക ആരുടെയാണ്? അദ്ദേഹത്തിൻ്റെയാണ്. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക അദ്ദേഹത്തിൻ്റെയാണ്. മുസ്ലിം എന്ന് പറയുന്ന മാസികയും അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മാസികകളാണ്, അൽ ഇസ്ലാമും മുസ്ലിമും. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ അല്ലേ? ഇന്നലെ ഓക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച 1905. ആരാണ് സ്ഥാപകൻ? ഇത് PYക്ക് ചോദിച്ചാണ്. ഞാൻ ആ ചോദ്യം വെച്ച് വിശദമായി പറയുന്നുണ്ട് കേട്ടോ. ആ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നമുക്ക് ഉണ്ടാവും. ആ പ്ലേലിസ്റ്റിലെ 2ാമത്തെ ക്ലാസ് കാണുക. അപ്പോൾ അതിൽ നമ്മൾ ഈ ചോദ്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എപ്പോഴാണ് സ്ഥാപിച്ചത്? ആരായിരുന്നു? രാമകൃഷ്ണപിള്ള. നമുക്ക് എപ്പോഴും കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതാരാണ്? എന്താണ് ഇതുമായുള്ള ബന്ധം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ക്ലാസ്സിൽ PYQ റിലേറ്റഡ് ഫാക്റ്റിൻ്റെ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് 2ൻ്റെ ക്ലാസ് കാണാത്തവർ എന്ത് ചെയ്യുക? ആ ക്ലാസ് ഒന്ന് കാണുക. ഓക്കെ, ഇനി നോക്കിയേ, മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? അദ്ദേഹത്തിൻ്റെ മാസികകളാണ് അൽ ഹിലാൽ എന്ന് പറയുന്ന മാസിക. അത് എപ്പോഴും ഈ 2 ഓപ്ഷൻ തന്നിട്ട് 3ാമത് തരുന്ന ഓപ്ഷനാണ് ഈ അൽ ഹിലാൽ അല്ലേ? അൽ ഹിലാൽ ആരുടെയാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, അൽ ബലാഗും അദ്ദേഹത്തിൻ്റെയാണ്. അൽ ബലാഗും അൽ ഹിലാലും ആരുടെയാണ്? മൗലാനയുടെയാണ്. മൗലാന. അത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. കലാം, അൽ എന്ന് വരുന്നുണ്ട്, 2ൽ ഒരു L വരുന്നുണ്ട് അല്ലേ? കലാം എന്ന് എഴുതുമ്പോഴും അൽ എന്ന് എഴുതുമ്പോഴും ഒരു L വരുന്നുണ്ട്. അപ്പോൾ L വരുന്നത് ആരുടെയാണ്? അത് കലാം ആസാദിൻ്റെയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് അൽ ഹിലാലും അൽ ബലാഗും. കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3ാമത്തെ വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഏതാണ്? അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേട്ടോ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. മക്കളെ, നിങ്ങൾക്ക് കിട്ടിയോ? മുസ്ലിം നവോത്ഥാന നായകന്മാരും പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ തന്നിരിക്കുന്ന ഈ പറഞ്ഞ 3 വ്യക്തികൾ ഞാൻ ഒന്നുകൂടെ ഓർഡറിൽ വായിക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അൽ ഇസ്ലാം മാസികയാണ്. മുസ്ലിം എന്ന് പറയുന്ന മാസികയും അദ്ദേഹത്തിൻ്റെയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകന്മാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2ാമത് വരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ 2 മാസികകളാണ്. ഒന്ന് അൽ ഹിലാലും 2 അൽ ബലാഗും. അൽ ബലാഗ്, അൽ ഹിലാൽ. കിട്ടിയല്ലോ. 3ാമത്തെ വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ്
അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അൽ അമീൻ എന്ന് പറയുന്ന പത്രം, അദ്ദേഹമാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. കിട്ടിയല്ലോ? എടാ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പം എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എടാ ഇത്രയും കണ്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മക്കളെ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം കേട്ടോ. എന്തെങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയാം. നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലടാ, എന്ത് ചെയ്യുക, സാർ എനിക്കത് അറിയില്ല, അല്ല മറ്റുള്ളവർ എഴുതിയ കമൻറ്റ് വായിച്ച് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ ഒരിക്കലും മക്കളെ നിങ്ങൾ വിചാരിക്കരുത്. മറ്റുള്ളവർ കമൻറ്റ് ഇടുന്നത് എന്താടാ, നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കമൻറ്റ് കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ അന്നിട്ട കമൻറ്റ് നിങ്ങൾക്ക് സഹായമായി വരും, തീർച്ചയായും വരും. ഓക്കെ, നമ്മൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അന്വേഷിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ അന്വേഷിച്ചോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ അന്വേഷിച്ചോ നിങ്ങൾക്ക് ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തുവാണ്. ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തി ഇവിടെ പറയുന്ന സമയത്ത് എന്താണ്, ഓക്കെ ഞാൻ കണ്ടുപിടിച്ച ഉത്തരമാണ്, എനിക്ക് കിട്ടിയതാണെന്നുള്ളൊരു മൈൻഡിൽ എവിടെ ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർ കമൻറ്റ് വായിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞ് പോവരുത്. ഓക്കെ, ഈ മിസ്റ്റേക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ ഉത്തരം അറിയുന്നത് പറയുക, അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറിയില്ല എന്ന് പറയാൻ ഒരു മടിയും വേണ്ട, ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ ഒരു കമൻറ്റിന് ഞാൻ ഇന്ന വരെ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല, എല്ലാ കമൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക, ഒരു പ്രശ്നമില്ല. ഓക്കെ, അതേപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണ്, നിങ്ങൾ പകുതി മുക്കാലും പേര് വീഡിയോ കാണുന്നുണ്ട്, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത്. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീഡിയോ എപ്പോഴും ഇടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലൈവുകൾ വരുന്നുണ്ട്. ലൈവുകളൊന്നും നിങ്ങൾ പകുതി മുക്കാലും പേര് കയറുന്നില്ല. നിങ്ങൾ ലൈവ് കയറി കാണാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ലൈവ് സെക്ഷൻസ് വയ്ക്കുന്നത്. അപ്പോൾ ആ സെക്ഷൻസിലും നിങ്ങൾ എന്ത് ചെയ്യുക, കയറാൻ കാണിക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണേ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മാറിപ്പോകുന്ന കൃതികളാണ് കേട്ടോ. അതായത് ഞാൻ മാറിപ്പോകുന്ന കൃതികൾ എന്ന് പറയാൻ കാരണമുണ്ട്, ഇത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നു, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണിത്. അപ്പം ഞാൻ വിശദമായിട്ട് പറയാം, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ഇപ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു മാർക്ക് ഇതിൽ നിന്ന് കിട്ടും. അടുത്ത് നോക്കിയേ, ആദ്യത്തേത് തുഫത്തുൽ മുജാഹിദീൻ ആണ്. തുഫത്തുൽ മുജാഹിദീൻ, തുഫത്തുൽ, ഞാൻ വായിക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കുക, എഴുതിയത് അതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ. തുഫത്തുൽ മുജാഹിദീൻ അത് ആരുടെയാണ്? അത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ്റെയാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ. അങ്ങനെയെങ്കിൽ ഫത്തുൽ മുബീൻ ആരുടെയാണ്? ഫത്തുൽ മുബീൻ അറബിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഫത്തുൽ മുബീൻ ആരുടെയാണ്? അത് ഗാസി മുഹമ്മദിൻ്റെയാണ്. ഗാസി മുഹമ്മദിൻ്റെയാണ് ഫത്തുൽ മുബീൻ. ഫത്തുൽ മുബീൻ. അങ്ങനെയെങ്കിൽ ഫത്തുൽ മുജാഹിദീൻ ആരുടെയാണ്? ഫത്തുൽ മുജാഹിദീൻ അത് സൈനുൽ അബാദീൻ ആണ് കേട്ടോ. സൈനുൽ അബാദീൻ ആണ്. സൈനുൽ അബാദീൻ. ഫത്തുൽ മുജാഹിദീൻ ആണ് കേട്ടോ. മുജാഹിദീൻ. എടാ അങ്ങനെയെങ്കിൽ ഫത്തുൽ മുജാഹിദീൻ ആരുടെയാണ്? ഫത്തുൽ, ഇത് കണ്ടോ, ഇത് ഫാത്തുൽ മുജാഹിദീനാണ്. ഇവിടെ വരുമ്പോൾ ഫത്തുലായി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഫാത്തുൽ മുജാഹിദീനും ഇത് ഫത്തുൽ മുജാഹിദീനും ഒക്കെ ഒരു ജസ്റ്റ് വ്യത്യാസമേ ഉള്ളൂ. ദീർഘത്തിൻ്റെ വ്യത്യാസം ഒരു തായുടെ ഇരട്ടിപ്പില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം പഠിച്ചത് ഫാത്തുൽ മുജാഹിദീൻ സൈനുൽ അബാദീൻ ആണ്. ഇപ്പം പഠിക്കുന്നത് ഫത്തുൽ മുജാഹിദീൻ. അതാരാണ്? അത് ടിപ്പു സുൽത്താനാണ് കേട്ടോ. ടിപ്പു സുൽത്താനാണ് ഫത്തുൽ മുജാഹിദീൻ. അടുത്ത നോക്കിയേ, തുഫത്തുൽ മുവാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ മുവാഹിദീൻ ആരാണ്? തുഫത്തുൽ മുവാഹിദീൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിലൊട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ എന്ത് ചെയ്യുക, അതുകൂടെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് സൈനുദ്ദീൻ. ഫത്തുൽ മുബീൻ എന്ന് പറഞ്ഞാൽ ഗാസി മുഹമ്മദ്. ഫാത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ സൈനുൽ അബാദീൻ. ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ. തുഫത്തുൽ മുവാഹിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും തെറ്റുന്നതാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും തെറ്റുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പോലും ചെറിയ മിസ്റ്റേക്ക് വന്നില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. കണക്ഷൻ വെച്ച് പഠിക്കുക, വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാവും കിടക്കുന്നുണ്ടാവും ഓരോ പുസ്തകം നോക്കുന്ന സമയത്ത്. സോ ഇത് നിങ്ങൾ ഒരുമിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇതേപോലെ കിട്ടും, സിമ്പിളായിട്ട് കിട്ടും. ഞൊടിയിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് നദികളും വിശേഷണങ്ങളും. ഓക്കെ, എടാ ഇത് ഒരുപാട് തവണ ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗംഗ നദി അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ നദിയാണ് ഗംഗ. അപ്പോൾ ഈ നദി, ഈ ഗംഗ എന്ന് പല ഗംഗകളും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പല നദികളും പല ഗംഗകൾ എന്നറിയപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? എടാ എപ്പോഴും ചോദിക്കുന്നതാണ് വൃദ്ധഗംഗ. വൃദ്ധഗംഗ ആരാണ്? വൃദ്ധഗംഗ ഗോദാവരിയാണ് കേട്ടോ. വൃദ്ധഗംഗ ആരാണ്? ഗോദാവരി. അപ്പോൾ വൃദ്ധഗംഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗോദാവരിയാണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിലെ മൂന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. എടാ, ഗോദാവരിയുടെ പ്രത്യേകത എന്താണ്? ഉപദ്വീപീയ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഗോദാവരിയുടെ പ്രത്യേകത എന്താണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യമാണ് മക്കളെ, മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഇട്ട് തന്നെ എഴുതുക കേട്ടോ. അടുത്ത് നോക്കിയേ, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? കാവേരിയാണ് അല്ലേ, കാവേരിയാണ് ദക്ഷിണഗംഗ. അങ്ങനെയെങ്കിൽ പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ. അങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണാ നദിയാണ് കേട്ടോ. കൃഷ്ണാ നദിയാണ് പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ. മാറിപ്പോരുതേ, പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 3 വിശേഷണങ്ങളോ അല്ലെങ്കിൽ 3 ഓപ്ഷനോ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ പഠിച്ചു വെക്കണം. ഇതിൽ കൃഷ്ണാ നദിയുടെ വിശേഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ, വൃദ്ധഗംഗ എന്ന് തരാം. വൃദ്ധഗംഗ എന്താണ്? ഗോദാവരിയാണെന്ന് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്തിരിക്കാം, വൃദ്ധഗംഗയെ ഓട് വൺ ഔട്ട് പുറത്തെടുക്കാൻ പറ്റും. അടുത്ത് നോക്കിയേ, മാൾവാ ഗംഗ ആരാണ്? അത് ബെത്വയാണ് കേട്ടോ. ബെത്വ നദിയാണ് മാൾവാ ഗംഗ. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി, ദക്ഷിണഗംഗ കാവേരി, പാതാളഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ, മാൾവാ ഗംഗ എന്നറിയപ്പെടുന്നത് ബെത്വ. കിട്ടിയല്ലോ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അടുത്ത നോക്കിയേ, അതിർത്തികളാണ്. ഓക്കെ, ഇന്ത്യൻ അതിർത്തികളാണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ചോദ്യം വരുന്നത്, ശ്രദ്ധിക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. എടാ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ചോദിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ആ സബ് കോണ്ടിനെൻ്റ് ഉള്ളിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന ചോദ്യം. ഓക്കെ, അതിൽ ഇന്ത്യ വരുന്നുണ്ട്, പാകിസ്ഥാൻ വരുന്നുണ്ട്, നേപ്പാൾ വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്, ബംഗ്ലാദേശ് വരുന്നുണ്ട്, ശ്രീലങ്ക വരുന്നുണ്ട്, മാലിദ്വീപ് വരുന്നുണ്ട്. കിട്ടിയല്ലോ? ഇനി ഇതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വന്നില്ല, ചൈന വന്നില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. നിങ്ങളുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നില്ലേ, PSC മോസ്റ്റ് റിപ്പീറ്റഡ് കൺഫ്യൂസിങ് ഫാക്റ്റ്. കാരണം PSC ഇപ്പോൾ കൺഫ്യൂസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് നടന്ന 2025 ലാസ്റ്റ് നടന്ന 2 എക്സാമ്പിൾ, ഫയർ വുമണും അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലൈവായിട്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൺഫ്യൂസിംഗ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അതാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ തെറ്റിക്കാൻ. അതായത് ഇപ്പോൾ ഒരു ചോദ്യം ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ, എന്താ പറയുക, ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാണ് ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, +2 ലെവൽ ചോദ്യമാണ്, നല്ലൊരു അടിപൊളി സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഗാന്ധിജി എന്തല്ല നിർത്തിവെച്ചത്? നിയമലംഘനമല്ല. നിയമലംഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പു നിയമമാണ് അല്ലേ, ഉപ്പുമായി ബന്ധപ്പെട്ടതാണ് നിയമലംഘനം. ചൗരി ചൗരയായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? അത് നിസ്സഹകരണ സമരമാണ് അല്ലേ. നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? കോൾ ഓഫ് ചെയ്യുന്നത്, നിർത്തിവെക്കുന്നത്. ഓക്കെ, നിസ്സഹകരണ സമരം. അപ്പോൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ശരിയാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അത് തെറ്റിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇതൊന്നും വരുന്നില്ല. ഏതൊക്കെയാണ് വരുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇത് മാത്രമാണ് എന്തിൽ വരുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റിത്തരാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് വരുന്നത് അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇപ്പോൾ ഏതൊക്കെയാണ് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. കിട്ടിയല്ലോ? അതേപോലെ തന്നെ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. സമുദ്ര അതിർത്തി, അപ്പോൾ കര അതിർത്തി നമ്മൾ പഠിച്ചു, ഇനി പഠിക്കാനുള്ള സമുദ്ര അതിർത്തിയാണ്. സമുദ്ര അതിർത്തി ആരൊക്കെയാണ്? അത് ശ്രീലങ്ക, മാലിദ്വീപ്, ഇന്തോനേഷ്യ ആണ് കേട്ടോ. ശ്രീലങ്ക, മാലിദ്വീപ്, ഇന്തോനേഷ്യ. കിട്ടിയല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത് വിദേശ നയം. ഓക്കെ, വിദേശ നയവുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് കേട്ടോ. കാരണം മാറിപ്പോകാൻ കാരണമുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം എന്നറിയപ്പെടുന്നത് ചേരിചേരാ നയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ വിദേശ നയം ഏതാണ്? ചേരിചേരാ നയമാണ്. ഇന്ത്യയുടെ വിദേശ നയം എന്നറിയപ്പെടുന്നത് ചേരിചേരാ നയമാണ്. എന്നാൽ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് അതേതാണ്? അത് പഞ്ചശീല തത്വങ്ങളാണ് കേട്ടോ. പഞ്ചശീല തത്വമാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിത്തറ. ഇന്ത്യൻ
വിദേശ നയത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്നത് പഞ്ചശീല തത്വം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്, മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ മിസ്റ്റേക്ക് പറ്റാതിരിക്കാനാണ് നമ്മൾ ഈ കൺഫ്യൂസിങ് ഫാക്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഇങ്ങനെ മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിച്ച സാധനങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ തയ്യാറാക്കിയത് നമ്മൾ തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, നമ്മുടെ ടാഗ് ലൈൻ വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു PDF ഒക്കെ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടി നോക്കിയാൽ ഇതൊക്കെ തയ്യാറാക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാസ് അത്ര എഫേർട്ട് എടുത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണ്, ഒരു ലൈക്കും ഒരു സബ്സ്ക്രിപ്ഷനും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എടാ, അടുത്തത് എല്ലാവർക്കും എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സാധനമാണ് പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ കേട്ടോ. ഇന്ത്യയിലെ അല്ല, കേരളത്തിലെ. ഓക്കെ, ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് എവിടെയാണ്? അത് വാളയാറാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതുമായി റിലേറ്റ് ചെയ്ത മറ്റ് സാധനങ്ങൾ. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ചവറയാണ്, ചവറ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എവിടെയാണ്? അതും ചവറയാണ്. ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും എവിടെയാണ്? അത് ചവറയാണ്, ചവറ. മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് എവിടെയാണ്? അത് വാളയാറാണ് കേട്ടോ. മലബാർ സിമെൻറ്റ് ലിമിറ്റഡ് വാളയാർ. ട്രാവൻകൂർ സിമെൻറ്റ്സ് ലിമിറ്റഡ് എവിടെയാണ്? അത് കോട്ടയമാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കണേ. ട്രാവൻകൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തിരുവനന്തപുരം കൊല്ലമൊക്കെയാണെന്ന് വിചാരിക്കും, പക്ഷേ അതുള്ളത് കോട്ടയത്താണ് കേട്ടോ. ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ് എവിടെയാണ്? കോട്ടയം. അടുത്ത നോക്കിയേ, കുണ്ടറ സിറാമിക്സ്. എടാ, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഈ മലബാർ സിമെൻറ്റ്സും കുണ്ടറ സിറാമിക്സും ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. 2025 കുണ്ടറ സിറാമിക്സ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളത്. കൊല്ലത്താണ് കേട്ടോ. കുണ്ടറ സിറാമിക്സ് എവിടെയാണ്? കൊല്ലമാണ്. അപ്പോൾ ജില്ല എവിടെയാണെന്നാണ് ചോദിക്കാറ്, അല്ലെങ്കിൽ സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കാറ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. കുണ്ടറ സിറാമിക്സ് എവിടെയാണ്? കൊല്ലം. ട്രാവൻകൂർ സിമെൻറ്റ്സ് എവിടെയാണ്? കോട്ടയം. മലബാർ സിമെൻറ്റ്സ് എവിടെയാണ്? വാളയാർ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസും ഇന്ത്യൻ റയർ എർത്ത് മെറ്റൽസും എവിടെയാണ്? ചവറയാണ്, ചവറ. കിട്ടിയാലോ? അടുത്ത നോക്കിയേ, ഇന്ത്യയിലെ കൽക്കരിപ്പാടം. എടാ, ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഒരു ചോദ്യം അത് നിങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് കേട്ടോ. ഏറ്റവും വലുതും ഏറ്റവും പഴക്കമുള്ളതും. മാറിപ്പോവേണ്ട, ഇനി തെറ്റില്ല, കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം, ലാർജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജാരിയയാണ് കേട്ടോ. ജാരിയയാണ്. അത് ജാരിയ എന്ന് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ജാരിയ ജാർഖണ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ എഴുതിയത്. ജാ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ജാരിയ എന്ന് മറ്റേ രീതിയിൽ എഴുതുന്നത് കണ്ടിട്ടുണ്ട്, ചലം എന്ന് പറയുന്ന പോലെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ജാരിയ എന്ന് ഇങ്ങനെ എഴുതാം, ജാർഖണ്ഡ്. നിങ്ങൾ പഠിച്ചാൽ മതി, ജാരിയ എന്ന് പഠിക്കുക, ജാർഖണ്ഡ്. അടുത്ത് നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കൽക്കരിപ്പാടം ചോദിച്ചു കഴിഞ്ഞാൽ റാണിഗഞ്ചാണ് കേട്ടോ. റാണിഗഞ്ചാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കൽക്കരിപ്പാടം ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണിഗഞ്ചും, ഏറ്റവും വലിയ കൽക്കരിപ്പാടം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാരിയയുമാണ്, ജാറിയ. ഓക്കെ, കിട്ടിയല്ലോ? ഒരു പ്രശ്നമില്ല, സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലുത് ജാറിയ, ഏറ്റവും പഴക്കമുള്ളത് റാണിഗഞ്ച്. അടുത്തിലേക്ക് പോവാം. അടുത്ത് നോക്കിയേ, ഓർത്ത് വെക്കേണ്ട നാടകങ്ങൾ. ഏതൊക്കെയാണ് ഓർത്ത് വെക്കേണ്ട നാടകങ്ങൾ? എടാ, അത് എപ്പോഴും ചോദിക്കുന്ന നാടകങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പേരുകളാണ്, ഈ എഴുതിയ ആൾക്കാരുടെ പേരുകൾ വെച്ചിട്ടാണ് ഇത് എപ്പോഴും തെറ്റിക്കാറ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെയാണ്? അത് VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന പേരുകൾ ശ്രദ്ധിക്കുക കേട്ടോ. VT ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അങ്ങനെയെങ്കിൽ ഋതുമതി എന്ന് പറയുന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. പ്രേംജി എന്നറിയപ്പെടുന്ന MP ഭട്ടതിരിപ്പാടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മൾ പഠിച്ചു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് ആരാണ്? അത് VT ആണ്, VTB ആണ്, VT ഭട്ടതിരിപ്പാട്. ഋതുമതി ആരാണ്? ഋതുമതി MP ഭട്ടതിരിപ്പാട്. പ്രേംജി എന്നറിയപ്പെടുന്ന MP ഭട്ടതിരിപ്പാടാണ്. MP ആണ് കേട്ടോ, MP. അടുത്ത് നോക്കിയേ, മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം. എന്താണ്? മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം. അത് ആരുടെയാണ്? അത് MR ഭട്ടതിരിപ്പാടാണ് കേട്ടോ. MR ഭട്ടതിരിപ്പാട്. അപ്പം മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം ആരുടെയാണ്? മഹാനരകമാണ് കേട്ടോ. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ആരുടെയാണ്? MR ഭട്ടതിരിപ്പാട്. ഋതുമതി MP ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. ഓക്കെ, ഇത് 3 നാടകങ്ങളാണ്. 3 ആൾക്കാരുടെയും പേര് സിമിലർ ആണ്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ പണ്ട് എപ്പോഴും കുഴപ്പിച്ച് ചോദിച്ചിരുന്ന ചോദ്യമുണ്ടല്ലോ, K സച്ചിദാനന്ദനും P സച്ചിദാനന്ദനും, അതുപോലെ വരുന്നതാണ് കേട്ടോ ഈ VT ഭട്ടതിരിപ്പാടും MP ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, വളരെ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം. അടുത്തത് സന്യാസിമാരാണ്. ഞാൻ എന്തുകൊണ്ടാണ് സന്യാസിമാരെന്ന് കൊടുക്കാൻ കാരണമുണ്ട്. നിങ്ങൾ നോക്കിയേ, സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഗാന്ധിജിയാണ് അല്ലേ. സബർമതിയിലെ സന്യാസി ആരാണ്? അത് ഗാന്ധിജിയാണ്. പൗനാറിലെ സന്യാസി ആരാണ്? പൗനാറിലെ സന്യാസി ആചാര്യ വിനോബാ ഭാവെയാണ്.
ഓക്കെ, സബർമതിയിലെ സന്യാസി ഗാന്ധിജി, പൗരാനിലെ സന്യാസി ആചാര്യ വിനോബ ഭാവെ. അടുത്ത് നോക്കിയേ, ബേലൂർ സന്യാസി എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. ബേലൂർ സന്യാസി ചോദിച്ചിട്ടുണ്ടേ PYQ ആണ്. അടുത്ത് നോക്കിയേ, കാഞ്ചിയിലെ സന്യാസി ആരാണ്? ശ്രീ ശങ്കരാചാര്യരാണ് കേട്ടോ. ശ്രീ ശങ്കരാചാര്യരാണ്. അപ്പോൾ നോക്കിയേ, സബർമതിയിലെ സന്യാസി ഗാന്ധിജി, പൗരാനിലെ സന്യാസി ആചാര്യ വിനോബ ഭാവെ, ബേലൂർ സന്യാസി സ്വാമി വിവേകാനന്ദൻ, കാഞ്ചിയിലെ സന്യാസി ശ്രീ ശങ്കരാചാര്യർ. കിട്ടിയോ? അപ്പം അത്രയും പ്രധാനപ്പെട്ട സന്യാസിമാരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സന്യാസി എന്നൊക്കെ എഴുതിയത്. ഹെഡിങ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഹെഡിങ് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എഴുതി വയ്ക്കാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരു പ്രശ്നവുമില്ല, സിമ്പിളായിട്ട് കിട്ടും. അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത് ബംഗാൾ വിഭജനമാണ്. എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആര്? ഇത് ചോദിച്ചതിന് കയ്യും കണക്കില്ല. അതുപോലെ വർഷം, ബംഗാൾ വിഭജനത്തെ വർഷം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളിവിടെ 5 പോയിന്റ് തന്നിട്ടുണ്ട്. ഈ 5 പോയിന്റും കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 5 പോയിന്റ്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കത് അങ്ങോട്ട് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ഇപ്പോൾ വർഷം പഠിച്ചു വയ്ക്കുക. 1905 ഒക്ടോബർ 16 എന്ത് സംഭവിച്ചത്? ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ആരാണ് ഈ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി? ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911 കേട്ടോ. 1911 ബംഗാൾ വിഭജനം എന്ത് ചെയ്യുന്നത്? റദ്ദാക്കുന്നത്. എന്നാൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? അത് ഹാർഡിഞ്ച് 2 ആണ്. ഓക്കെ, ഹാർഡിഞ്ച് 2 കേട്ടോ. ഹാർഡിഞ്ച് 2 എന്ത് ചെയ്തത്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് 2. എന്നാൽ ഇതിൻ്റെ 5ാമത്തെ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം അതേതാണ്? അത് സ്വദേശി പ്രസ്ഥാനമാണ് അല്ലേ? സ്വദേശി പ്രസ്ഥാനമാണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 ചോദ്യങ്ങളും എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി വന്ന PYQ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 കാര്യം അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് 2. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. കിട്ടിയല്ലോ? അടുത്ത് നോക്കാം. അടുത്തത് നിർമ്മിതികളും സ്ഥലങ്ങളുമാണ് കേട്ടോ. എടാ, ഇത് അത്ര റിപ്പീറ്റഡ്ലി അല്ല, പക്ഷേ ഒരു ചോദ്യം ഭയങ്കര റിപ്പീറ്റഡ് ചോദിച്ചാണ്. ജാലിയൻ വാലാബാഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 എണ്ണം കൂടി ഉണ്ട്. 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാം. അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഇന്ത്യ ഗേറ്റ് ആണ് കേട്ടോ. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് ആണ്. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിലാണ് അമർ ജവാൻ ജ്യോതി. ഇനി അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അമർ ജവാൻ ജ്യോതി ആണെങ്കിൽ അത് ഇന്ത്യ ഗേറ്റ്. എങ്കിൽ അമർ ജ്യോതി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗ് ആണ് കേട്ടോ. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. അമർ ജ്യോതി നമുക്ക് നിങ്ങൾക്ക് അറിയാം എന്താ കാരണം. എന്താ ജാലിയൻ വാലാബാഗ് നടന്നത് എവിടെയാണ്? ആ സ്ഥലത്തിൻ്റെ പേര് എന്ത് ചെയ്യുക? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സ്ഥലമാണ്. എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഓക്കെ, ഈ ചോദ്യം എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. ജാലിയൻ വാലാബാഗ് നടന്ന സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, ഇന്ന് നോക്കിക്കേ. സ്വാതന്ത്ര്യ ജ്യോതി എവിടെയാണ്? സ്വാതന്ത്ര്യ ജ്യോതി ഉള്ളത് അത് സെല്ലുലാർ ജയിലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാറിലുള്ള സെല്ലുലാർ ജയിൽ അറിയാലോ നിങ്ങൾക്ക്, കാലാപാനി സിനിമയിലേക്കുള്ള. യെസ്, അത് തന്നെയാണ് സെല്ലുലാർ ജയിൽ കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യ ജ്യോതി എന്നറിയപ്പെടുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സെല്ലുലാർ ജയിലാണ്, ആൻഡമാനിലാണ്. ഓക്കെ ഏട്ടാ, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുമെങ്കിൽ 2 സ്ഥലമാണ് കേട്ടോ. ആൻഡമാൻ വേറെ, നിക്കോബാർ വേറെ. ഒരുമിച്ച് പറയുന്നേ ഉള്ളൂ, ദ്വീപസമൂഹങ്ങളെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷേ ആൻഡമാൻ വേറെയാണ്, നിക്കോബാർ വേറെയാണ്. ഓക്കെ, അപ്പോൾ സെല്ലുലാർ ജയിലുള്ള എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാനിലാണ്. ഇനി PH ആണ് കേട്ടോ. അവിടെ വളരെ പ്രധാനപ്പെട്ട PHകളാണ്. അപ്പോൾ ഈ PH നമ്മൾ സിമ്പിളായിട്ട്, ഇവിടെ എപ്പോഴും ചോദിക്കുന്ന PHകളാണ്, അത്രയും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന PHകളാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിക്കുക. ഓക്കെ, രക്തത്തിൻ്റെ pH എത്രയാണ്? 7.4 ആണ് കേട്ടോ. PSC അംഗീകരിച്ചാണ് 7.4 ആണ്. നോർമലി രക്തത്തിൻ്റെ pH എന്ന് പറഞ്ഞാൽ 7.35 to 7.45 ആണ്. അതാണ് രക്തത്തിൻ്റെ pH. പക്ഷേ PSC ഉത്തരപ്രകാരം 7.4 ആണത്. ഓക്കെ, അപ്പോൾ അത് തന്നെ പഠിച്ചു വയ്ക്കാം. ശുദ്ധജലം നമുക്ക് എല്ലാവർക്കും അറിയാം. ശുദ്ധജലം എത്രയാണ്? 7 ആണ് അല്ലേ? ശുദ്ധജലം 7 ആണ്. അപ്പോൾ ഞാൻ കുറഞ്ഞു പോകുന്ന അളവിലാണ് കേട്ടോ അതിവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രക്തത്തിനാണ്, കഴിഞ്ഞ് ശുദ്ധജലം വരുന്നു. അതിനുശേഷം സലൈവ, നമ്മുടെ ഉമിനീരിൻ്റെ എത്രയാണ്? 6.4 ആണ് കേട്ടോ. ഉമിനീര് എന്ന് പറയുന്നത് 6.4 ആണ്. ഉമിനീര് 6.4. എടാ, അടുത്ത് നോക്കിയേ, പാലിന് 2 തരത്തിലുണ്ട് കേട്ടോ. നമ്മുടെ SCRT, ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് 6.4 ആണ്.
6.4. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് അനുസരിച്ചുള്ള SCERT പറയുന്നത് എന്താണ്? 6.4 ആണ്. എന്നാൽ NCERT ഉണ്ടല്ലോ, നമ്മുടെ നാഷണൽ ടെക്സ്റ്റ് ബുക്ക്, അതായത് കേന്ദ്ര ടെക്സ്റ്റ് ബുക്കുകളിൽ NCERT പറയുന്നത് 6.8 ആണ് കേട്ടോ, 6.8. അപ്പോൾ പാലിന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, SCERT 6.4ഉം NCERT പറയുന്നത് 6.8ഉമാണ്. ഓക്കെ, അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് അധികം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചോദിക്കാം. പക്ഷേ വലിയ ലെവൽ എക്സാമുകളിലൊക്കെ NCERT ആണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ വലിയ ലെവൽ എക്സാമുകൾക്ക് 6.8ഉം ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി മൂത്രം എത്രയാണ്? മൂത്രം യൂറിൻ 6 ആണ് അല്ലേ, 6 ആണ്. ചായ എത്രയാണ്? 5.5 ആണ് കേട്ടോ. ചായ കുടിക്കുന്ന ആൾക്കാരല്ലേ, ചായ കുടിക്കുന്ന ആൾക്കാർ pH നോക്കിയിട്ടുണ്ടോ എത്ര പേര്? ചായക്ക് ഒരുപാട് പോയി കുടിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അല്ലേ, ഒരുപാട് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോയി ഒരുപാട് ദൂരം പോയി ചായ കുടിക്കുന്ന ടീംസൊക്കെ ഉണ്ടാവും. അപ്പോൾ ചായയുടെ pH മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 ആണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കൂട്ടുകാരുടെ ഒപ്പം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം, എടാ നിനക്കറിയോ നീ കുടിക്കുന്ന ചായയുടെ pH എത്രയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ കൂട്ടുകാരന്മാർക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ പറയാം 5.5 ആണ്. അപ്പോൾ അവരൊന്ന് ഞെട്ടും. ഓക്കെ, ഇന്നത്തെ കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുന്ന കൂട്ടുകാരന്മാരാണ്. പക്ഷേ കാര്യമില്ല മക്കളെ, നിങ്ങൾ പഠിക്കുക, അതാണ് മെയിൻ കാര്യം. അത്രയേ ഉള്ളൂ. കാപ്പി എത്രയാണ്? ഇപ്പോൾ ചായ കുടിക്കുന്നവരുടെ കാര്യം പറഞ്ഞു, അപ്പോൾ കാപ്പി കുടിക്കുന്നവരുടെ കാര്യമോ? കാപ്പി കുടിക്കുന്ന കാര്യമാണെങ്കിൽ 5 ആണ് കേട്ടോ. കാപ്പിയുടെ pH എത്രയാണ്? 5 ആണ്. എടാ അമ്ലമഴ പെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? അമ്ലമഴയാണെങ്കിൽ എത്രയാണ്? 4 to 5.5 ആണ് കേട്ടോ. 4 to 5.5 ആണ് അമ്ലമഴ. അപ്പോൾ നിങ്ങൾ നോക്കിയാടാ, ഈ അമ്ലമഴയുടെ റേഞ്ചിൽ ഏകദേശം ഈ ചായക്കും കാപ്പിക്കൊക്കെ വരുന്നല്ലേ. നോട്ട് ദ പോയിന്റ്. അടുത്തത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി എത്രയാണ്? അത് 4.2 ആണ്. വിനാഗിരി ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിലെ. വിനാഗിരി എത്രയാണ്? 4.2 ആണ്. അടുത്ത നാരങ്ങ വെള്ളം നോക്കിയാൽ, നാരങ്ങ വെള്ളം അത് 2.4 ആണ് കേട്ടോ. നാരങ്ങ വെള്ളത്തിൻ്റെ pH എത്രയാണ്? 2.4 ആണ്. ഓക്കെ, ആമാശയരസം എത്രയാണ്? അത് 1.6 to 1.8 ആണ് കേട്ടോ. ആമാശയരസം 1.6 to 1.8 ആണ്. ക്ലിയർ ആയല്ലോ? എടാ, ഈ ആമാശയരസത്തിലുള്ള ആസിഡ് ഏതാണെന്ന് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യണേ. അടുത്ത ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്ന 5ാമത്തെ ചോദ്യമാണ്. ഏതാണ്? ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക, ന്യൂ SCERT നമുക്ക് സിലബസ് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട് ന്യൂ SCERT എന്ന് പറയുന്നത്. അതിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ എടുത്ത കാര്യമാണ് ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഓക്കെ, അപ്പോൾ ക്ലാസ് കണ്ടവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. ഒരു പ്രശ്നം വേണ്ട, ചോദ്യം PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ ആസിഡ് ഏതാണെന്ന് അറിയുന്നവർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അടുത്തിലേക്ക് പോകാം. pH നിങ്ങൾക്ക് കിട്ടിയാലും മക്കളെ pH ഇനി തെറ്റരുത് കേട്ടോ. ഇതൊക്കെ ഒരുപാട് തവണ pH റിപ്പീറ്റഡ്ലി ചോദിച്ച ചോദ്യമാണേ. അടുത്ത് നോക്കാം. അടുത്ത നിയമസഭയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നിയമസഭയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ഏപ്രിൽ 1. എടാ, നിയമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിയമസഭ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? നിയമമാണ് അല്ലേ? നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയാണ് എന്ത്? നിയമസഭ. നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭയാണ് നിയമസഭ. എന്നാൽ മന്ത്രിസഭ എന്താണ്? ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള സഭയാണ് മന്ത്രിസഭ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 5. അങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് മന്ത്രിസഭ നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ഏപ്രിൽ 1. കിട്ടിയല്ലോ. ഇനി കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VR കൃഷ്ണ അയ്യർ ആണ് കേട്ടോ. VR കൃഷ്ണ അയ്യർ ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ച ചോദ്യമാണ്. അതുപോലെ അടുത്ത ചോദ്യവും കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി. അപ്പോൾ ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VR കൃഷ്ണ അയ്യരാണ്. എന്നാൽ നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? അത് റോസമ്മ പുന്നൂസ് ആണ് കേട്ടോ. റോസമ്മ പുന്നൂസ് ആണേ. അങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ ലഭിച്ച വ്യക്തി ചോദിച്ചാൽ VR കൃഷ്ണ അയ്യരെ, നഷ്ടപ്പെട്ട വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ റോസമ്മ പുന്നൂസ്. കിട്ടിയല്ലോ. നിയമസഭയുമായി ബന്ധപ്പെട്ട് മോസ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിച്ച SCERT ഫാക്ടറുകൾ കൂടിയാണ് കേട്ടോ. അതൊക്കെ SCERTയിലുള്ള ഫാക്ടറുകളാണ്. അടുത്ത് നോക്കാം. കൃത്രിമങ്ങളാണ് കേട്ടോ. കൃത്രിമങ്ങൾ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. അത് കെമിസ്ട്രിയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നീഷ്യമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ നാര് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? റയോൺ ആണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചാണ് ആദ്യത്തെ കൃത്രിമ നാര്. റയോൺ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? അത് സാക്കാറിൻ ആണ് അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. സാക്കാറിൻ എന്ന് പറയുന്ന സാധനം പഞ്ചസാരയ്ക്ക് പകരമായി വില കുറഞ്ഞതായി എന്നെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ചെറിയ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ കൃത്രിമ പഞ്ചസാര, സാക്കറിൻ. ഒരു അപബോധമായിട്ട് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാക്കറിൻ അല്ലേ. കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. ഇനി ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് അതേതാണ്? അത് ബേക്കലൈറ്റ് ആണ് കേട്ടോ. PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിച്ച ഒരു PYQ ആണ് ഇത്, ബേക്കലൈറ്റ്.
പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൃത്രിമ ചോദ്യമാണ് ഇത്, കൃത്രിമ പ്ലാസ്റ്റിക്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? അത് ബേക്കലൈറ്റ് ആണ്. അതിനുശേഷം വരുന്ന കൃത്രിമ റബ്ബർ, ആദ്യത്തെ കൃത്രിമ റബ്ബർ അതേതാണ്? നിയോപ്രിൻ ആണ് കേട്ടോ. ഇതും ചോദിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ. ഓക്കെ, അപ്പോൾ പഠിച്ചു വയ്ക്കുക. ആദ്യത്തെ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ്, ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ, ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ, ആദ്യത്തെ കൃത്രിമ നാര് റയോൺ, ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. കിട്ടിയല്ലോ. കൃത്രിമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുന്ന മക്കളെ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അടുത്ത കുറച്ച് ഉദ്ധരണികളാണ് കേട്ടോ. ഉദ്ധരണികൾ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സാധനം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഓർഡർ ആക്കി അങ്ങ് പഠിക്കാം. ഓക്കെ, ഉദ്ധരണികൾ കോട്ട്സ് ആണ് അല്ലെ ഓരോരുത്തർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഉദ്ധരണിയുണ്ട്, ഞാൻ അത് ആദ്യം പറയാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ, അതാരാണ് പറഞ്ഞത്? അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. പഠിച്ചു വയ്ക്കുക. ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്കറിയാം. എന്നാൽ അത് തിരിച്ചു പറയുന്നു, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. എന്നാൽ ഈ ജാതി നമുക്ക് വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് ആരാണ്? തമാശയ്ക്ക് പറഞ്ഞതാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എന്നാൽ ഇവരുടെയൊക്കെ ഗുരു ഉണ്ടല്ലോ, നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു, അങ്ങേര് പറഞ്ഞത് തമിഴിലാണ്. இந்த உலகத்தில் ஒரே ஒரு ஜாதி தான், ஒரே ஒரு மதம் தான், ஒரே ஒரு கடவுள் தான் എന്ന് പറഞ്ഞത് ആരാണ്? അത് തൈക്കാട് അയ്യയാണ് കേട്ടോ. തൈക്കാട് അയ്യയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയൊക്കെ ഗുരുവായിട്ടുള്ള തൈക്കാട് അയ്യയാണ് എന്ത് പറഞ്ഞത്? இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാണ്? തൈക്കാട് അയ്യയാണ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ധരണികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് സ്ഥിരം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് മുന്നേ മുതലേ അറിയാം. അപ്പോൾ ഈ ജാതി വെച്ച് ബാക്കിയുള്ളവർ ചോദിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള 3 പേരുടെ കൂടി പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞല്ലേ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഡൗട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ബാക്ക് അടിച്ച് കാണുക, ഒന്നുകൂടെ റിപ്പീറ്റ് കേൾക്കണം. നിങ്ങൾ ആ നഷ്ടപ്പെടുത്തുന്ന സമയം നിങ്ങൾക്ക് നഷ്ടമാണോ? അല്ല, നിങ്ങൾ പഠിക്കുമല്ലേ. ഒരു കാര്യം ഇത്രയും നന്നായിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ്, കൺഫ്യൂസിങ് ഫാക്ടറിൻ്റെ ക്ലാസ് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ് കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലാസ് വേണം, ഇതെന്തായാലും ഉപകാരപ്പെടും എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ PDF നിങ്ങൾക്ക് തയ്യാറാക്കി ഞാൻ യൂട്യൂബ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം ഉപകാരപ്പെടുത്തുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഈ പോയിന്റുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എഴുതുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ പ്രോസസ്സ് ആവുകയാണ്, മൈൻഡിൽ നിങ്ങൾക്ക് അത് ഫീഡ് ആവുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവുക, അത് നിങ്ങളൊന്ന് അമർത്തി വെക്കണേ. ഹൈപ്പ് ചെയ്യുക. ഞാൻ എന്ന് വിളിക്കുന്നത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മുടെ പഠിപ്പിക്കുന്ന മക്കൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനുള്ളവരൊന്ന് ഹൈപ്പ് ചെയ്യുക. കമൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ മറന്നു. നിങ്ങൾക്കറിയാം എന്താണത്? സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ദിസ് ഈസ് വില്ലാൻ സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.